ഇന്നിനി എന്താണെന്നല്ലേ, സാൾട്ട് മാങ്കോ പിക്കിളാവാം. ഇനിയിപ്പോൾ മാംഗോ സീസൺ ആയാൽ അടുത്ത ഉപ്പുമാങ്ങ ഇടണ്ടേ, അപ്പോൾ ഇവന്മാരെ തീർത്ത് വെക്കാം. അതിനുവേണ്ടി കുറച്ച് കറിവേപ്പിലയും 3-4 പച്ചമുളകും കുറച്ചല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയും കടുക് വറുത്ത് പൊടിച്ചതും ഉലുവയും കായവും കടുകും കൂടി വറുത്ത് പൊടിച്ച് ഒരു പൊടി തയ്യാറാക്കാം. എന്നിട്ട് പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണ ഇട്ട് അതിലേക്ക് കടുകിടാം. ഈ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിൽ കുറച്ച് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ആഡ് ചെയ്ത് ചെറുതെ വാട്ടിയെടുക്കാം. വാട്ടിയെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് ഇളക്കാം. മുളക് പൊടി കരിയാതെ നോക്കണമേ. കുറച്ച് അച്ചാർ പൊടി അത്രമാത്രം മതി. ഇതെല്ലാം നന്നായി ഇളക്കുക. ഇതെല്ലാം ഇളക്കി കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പൊടി ഇതിലേ കരിഞ്ഞു പോയെന്ന് നോക്കിയാൽ മതി. അതിനുശേഷം ഞാൻ തയ്യാറാക്കുന്ന അച്ചാറിൻ്റെ സീക്രട്ടായ ഈ ഉലുവയും കായവും കടുകും കൂടി പൊടിച്ച പൊടിയും കൂടി അതിനകത്തോട്ട് ചേർത്ത് വെച്ചു. എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കണേ. അത് ഇളക്കി കൊടുത്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണേ. തിളപ്പിച്ചാറിയ കുറച്ച് വെള്ളം. ആ വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വിനാഗിരി ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ഗ്രേവി തയ്യാറാക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉപ്പുമാങ്ങ കഷ്ണങ്ങളിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇതിനെ നന്നായി മിക്സ് ചെയ്യുക. ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പുമാങ്ങ ആയതുകൊണ്ട് അച്ചാറിൽ ഉപ്പിടുന്നത് നമുക്ക് ലാസ്റ്റിലോട്ട് വയ്ക്കാം. അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്ത് എല്ലാ ഗ്രേവിയും പിടിച്ച് വന്നിട്ടാകുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാം. ഇതിപ്പം ഉപ്പുമാങ്ങയാണല്ലോ, ഇതെല്ലാം ഇനി എടുത്തു വെച്ചാൽ കേടായി പോകുമെന്നും വിചാരിക്കണ്ട. അച്ചാറിന് നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പം കുറച്ച് ഉപ്പ് കൂടി വിതറിയിട്ട് നമുക്ക് ഉപ്പുമാങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റ് നോക്കാം. ഒട്ടും ബേക്കോട്ടൊന്നുമല്ല, നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. ശരിക്കും നല്ല കുത്തരിക്കഞ്ഞി ഉണ്ടെങ്കിൽ ഈ അച്ചാറും കൂടിയായ അടിപൊളിയാണ്. മണം വരുമ്പോൾ തന്നെ എനിക്ക് തന്നെ ചോറിനാൻ തോന്നുന്നുണ്ട്. സൂപ്പറാണേ. ഇനിയിപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ കയ്യിലുള്ള റെസിപ്പികളെല്ലാം ഞാൻ ഇതുപോലെ പറഞ്ഞുതരാം. ഞാൻ വലിയ പാചകം ചെയ്യുന്ന ആളൊന്നുമല്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ട്.